ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് ജനപ്രതിനിധികൾ. 16-ാം വാർഡ് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സേതു മാന്താടനും 14-ാം വാർഡ് മെമ്പർ ത്രേസ്യാമ്മ പി.ടിയുമാണ് ഇന്ന് നടന്ന പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചത്. അടിയന്തര കമ്മിറ്റിയിൽ വയ്ക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നില്ലെന്ന് ഇവർ ആരോപിക്കുന്നു. കൂടാതെ മന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ കഴിഞ്ഞ ദിവസം പൊൻകുന്നത്ത് നടന്ന CPM പ്രകടനത്തിൽ ടൗണിലെ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകളും കൊടിമരങ്ങളും തകർക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം നൽകിയതായും സേതു മാന്താടൻ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിക്കുകയാണ് തങ്ങളെന്നും സേതു മാന്താടൻ പറഞ്ഞു. ഞങ്ങൾ ഈ ചിറക്കടവ് പഞ്ചായത്തിൽ ഭരണസമിതിയായിട്ട് ഭരണപരമായ എല്ലാ കാര്യങ്ങളും ചേർന്ന് വന്ന ഒരു രീതിയാണ് ചിറക്കടവ് പഞ്ചായത്തിൽ. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിറക്കടവ് പഞ്ചായത്തിൽ നമ്മൾ അടിയന്തര കമ്മിറ്റിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വെച്ച പല പദ്ധതികളിലും പല കാര്യങ്ങളും ഈ ചിറക്കടവ് പഞ്ചായത്തിന് നടപ്പാക്കാൻ സാധിക്കുന്നില്ല. ഈ നടപ്പാക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ ഏറ്റവും മോശമായ പ്രവൃത്തികൾ ചിറക്കടവ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മുന്നിൽ നിന്ന് നയിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ കഴിഞ്ഞ ദിവസം വീണ ജോർജിൻ്റെ ഹോസ്പിറ്റൽ ആയ സംഭവത്തോടനുബന്ധിച്ച് KVMS കവല തൊട്ട് പൊൻകുന്നം വരെയുള്ള കോൺഗ്രസിൻ്റെ തോരണങ്ങളും കൊടിമരങ്ങളും എല്ലാം അടിച്ചു തകർത്ത് ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ വളരെ മോശമായ രീതിയിൽ ഒരു ഗുണ്ടയെ പോലെ പെരുമാറുന്ന ഒരു നേതൃത്വമായി ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് മാറിക്കഴിഞ്ഞു. ചിറക്കടവ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി നല്ല രീതിയിൽ കൊണ്ടുപോകാനോ ചിറക്കടവ് പഞ്ചായത്തിൻ്റെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകാനോ അടിയന്തര കമ്മിറ്റിയിൽ വെക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊണ്ടുപോകാനോ ഒന്നും ഈ പ്രസിഡന്റിന് സാധിക്കുന്നില്ല. ഈ തെറ്റായ നടപടി ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ച് പൊൻകുന്നത്ത് കോൺഗ്രസിൻ്റെ കൊടിമരം തകർത്ത ഗുണ്ടായുസം കാണിച്ച CPM DYFI ഗുണ്ടകൾക്ക് ചേർന്ന് നിന്നുകൊണ്ട് പ്രസിഡന്റ് ഈ രീതിയിൽ ചിറക്കടവ് പഞ്ചായത്തിനെ നയിക്കുന്ന രീതി തുടർന്നാൽ ഞങ്ങൾ മുന്നോട്ട് അതിഭയങ്കരമായ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും. അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടെന്നുള്ള രീതിയിൽ ചിറക്കടവ് പഞ്ചായത്തിലെ ഇന്നത്തെ കമ്മിറ്റി ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഗ്രാമസഭകളിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇന്നത്തെ കമ്മിറ്റി ബഹിഷ്കരിച്ച കോൺഗ്രസ് ജനപ്രതിനിധികളുടെ നടപടി ശരിയല്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ പറഞ്ഞു. താൻ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നതൊഴിച്ചാൽ ഇല്ലാ കഥകൾ ഉണ്ടാക്കി ഭരണസമിതിയെയും പ്രസിഡന്റിനെയും ടാർഗറ്റ് ചെയ്യുകയാണ് ഇവരെന്നും TN ഗിരീഷ് കുമാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എൻ്റെ പേരും എന്നെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാത്ത ഒരു കഥ ഉണ്ടാക്കി പൊൻകുന്നത്ത് നടന്ന പ്രകടനത്തിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന തരത്തിൽ UDF ചിറക്കടവ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് വഴി എനിക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ പറഞ്ഞ ആരോപണം കൊടിമരം നശിപ്പിച്ചു, കൊടി വലിച്ചു കീറി എന്ന് പറയുന്ന ആരോപണം ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ച ഈ UDFൻ്റെ പ്രവർത്തകരെ ആകെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു തെളിവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് തരാമെന്നുണ്ടെങ്കിൽ ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾ പറയുന്ന ഏത് കാര്യവും ചെയ്യും. ഇതാണ് എനിക്ക് ആ കാര്യത്തിൽ, കാരണം എനിക്ക് നന്നായി ബോധ്യമുണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടില്ല. കൊടി പറിക്കേറ്റിട്ടില്ല, കൊടിമരം പെഴുതിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലും ഞാൻ ഏർപ്പെട്ടിട്ടില്ല. ഞാനന്ന് നടന്ന പ്രകടനത്തിൽ പങ്കെടുത്തു എന്നതൊഴിച്ചാൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്നെ യാതൊരു വിധത്തിലും ഭയപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വ്യാകുലപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. രാഷ്ട്രീയ വൈരാഗ്യമാണ് ആരോപണത്തിന് പിന്നിലെന്നും TN ഗിരീഷ് കുമാർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.